ഞാൻ എം ജി ശ്രീകുമാർ ചിത്രയൊക്കെ ഞങ്ങൾ എത്ര പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നറിയാം ഞങ്ങൾ ഒരുമിച്ച്. പക്ഷെ അവരുടെ ലെവൽ മാറി, എൻ്റെ ജീവിതം ഇങ്ങനെയായി. അതില് സങ്കടം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഒരുപാട് കഥകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരെയും കൊള്ളും. എം ജി ശ്രീകുമാർ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, ആലിസ് ചേച്ചി 200 രൂപ ശമ്പളം വാങ്ങുമ്പോൾ എം ജി ശ്രീകുമാറിന് 20 രൂപയാണ് ശമ്പളം. ആലീസ് ഒരു പ്രോഗ്രാമിന് 200 രൂപ വാങ്ങിക്കുമ്പോ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന 20 രൂപയാണ്. കൊല്ലത്തിന്റെ രോമാഞ്ചമല്ലേ? നമ്മളെ അവഗണിക്കുന്നിടത്തോട്ട് പിന്നെ നമ്മൾ പോവാൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ. അങ്ങനെ പിൻവാങ്ങിയ ഒരാളാണ് ഞാൻ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അവഗണന നേരിടേണ്ടി വന്നത്? അതിപ്പോഴും ഇല്ലേ? കഴിവുള്ളവരെ ചവിട്ടിത്താക്കുകയും കഴിവില്ലാത്തവരെ കൊണ്ടുവരിക. ഏതൊരു പാട്ടുകാരൻ്റെ അല്ലെ പാട്ടുകാരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് സിനിമയിൽ പോകണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്റേണൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഈ ഫീൽഡിൽ ഒരു ആളാവാൻ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ അങ്ങനെ ഒതുങ്ങിപ്പോയായിരുന്നു കുറേ. ആലിസ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ മതവിശ്വാസിയായിരുന്നു. പിന്നീട് എപ്പോഴാണ് സനാതന ധർമ്മത്തിലേക്ക് മാറാമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്? ഹിന്ദുവിൻ്റെ എല്ലാ ആചാരങ്ങളും ഈ ഒരു മനുഷ്യനെ, വ്യക്തിയെ നല്ലതാക്കാനും വ്യക്തി എന്താണെന്ന് അറിയാനും. ക്രിസ്ത്യൻ മതമാകട്ടെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മതങ്ങളൊന്നും ഒരു വ്യക്തിയെ എംപവർ ചെയ്യുന്ന കാര്യങ്ങളെ കുറച്ചേ പറയുന്നുള്ളൂ. ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരുടെ മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. വിശന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ പോയിരുന്നു കുറേ സുവിശേഷം പറഞ്ഞാൽ അവരെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും? ഇനി എൻ്റെ കഴുത്ത് മുറിച്ച് വെച്ചാലും ഞാൻ ഈ അറിഞ്ഞ സത്യത്തെ ഒന്നും ഒരിക്കലും. നമസ്തേ. ഗാനമേള വേദികളെ ഒരു കാലത്ത് രോമാഞ്ചം കൊള്ളിച്ച, ഇന്ന് ആധ്യാത്മിക പ്രഭാഷണങ്ങളിലൂടെയും ലളിതാ സഹസ്രനാമത്തിലൂടെയും എല്ലാം നമ്മളെല്ലാം ആത്മീയ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കോട്ടയം ആലീസ് അഥവാ ആലിസ് ഉണ്ണികൃഷ്ണനാണ് ഇന്ന് എനിക്കിപ്പോൾ ഉള്ളത്. ചേച്ചി നമസ്തേ. ഒരു കാലത്ത് എന്ന് പറയുന്നത് ശരിക്കും തെറ്റാണ്. എനിക്ക് തോന്നുന്നു ഇന്നും ഗാനമേള വേദികളിൽ ചേച്ചി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ഈ യാത്രയുടെ തുടക്കം മുതൽ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചു കാലം മുന്നേക്ക് കോട്ടയം ആലീസ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ഗാനമേള ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് അത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. എങ്ങനെയാണ് ആ കാലഘട്ടത്തിന്റെ തുടക്കം? ഞാൻ ശരിക്കും കോട്ടയംകാരിയാണ്. കോട്ടയമാണ് എൻ്റെ സ്വദേശം. അപ്പോൾ ഞങ്ങളവിടെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ, അതായത് ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രൊഫഷണലായിട്ടുള്ളൊരു ഗാനമേള ട്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മനോരമയിൽ അന്ന് വരച്ചുകൊണ്ടിരുന്ന പി കെ രാജൻ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പിള്ളേർ 2 മക്കൾ, രാജീവും സാജനും. ഒരാൾ പാടും, രാജീവ് പാടും, സാജൻ ഗിറ്റാർ വായിക്കും. അപ്പം അങ്ങനെ കോട്ടയത്തുള്ള 12 വയസ്സൊക്കെ ഉള്ള ഞങ്ങളെ കുറേ കുട്ടികളുടെ ഒരു ഗ്രൂപ്പായിട്ട് സ്കൈലാർക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗാനമേള സ്റ്റാർട്ട് ചെയ്ത്. അന്നത്തെ കാലത്ത് കേരളത്തിൽ ഗാനമേള ട്രൂപ്പൊക്കെ വളരെ കുറവാണ്. അപ്പം ഞങ്ങളുടെ പ്രോഗ്രാം ഒക്കെ വളരെ അന്ന് നല്ല സക്സസ്ഫുൾ ആയിട്ട് ആ കോട്ടയത്തുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഞങ്ങളുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു തുടക്കമായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്തവരൊക്കെ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവർ പിടിക്കുന്ന പ്രോഗ്രാമിലും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് വലിയ 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 സ്റ്റേജുകളിലൊക്കെ നമ്മളെയൊക്കെ അവർ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇതായി. ഒരു കാര്യം പറഞ്ഞാൽ അന്നൊരു ഗാനമേളയുടെ ഒരു തുടക്കം അങ്ങനെ ആയിരുന്നു. 50-60 വർഷം മുന്നത്തെ 52 വർഷം മുമ്പുള്ള കാര്യം ഞാനീ പറയുന്നത്. അതിനുശേഷം ഇന്ന് വരെയും ഞാൻ ഗാനമേള ചെയ്യാതെ ഇരുന്നിട്ടേ ഇല്ല ഒരു വർഷം പോലും. ഞാൻ പോകാത്ത സ്റ്റേജുകൾ വളരെ ചുരുക്കമാണ്. പക്ഷേ എന്നാലും നമ്മുടെ കേരളത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ ഒരു എണ്ണം എടുത്താൽ ഞാൻ പോകാത്ത ക്ഷേത്രങ്ങളാണ് ഇനിയും കൂടുതൽ. അത്രമാത്രം എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ സ്റ്റേജുകളിൽ ഞാൻ പാടിയിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ കേരളത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇനിയും ഞാൻ പോയിട്ടില്ല. ഇപ്പൊ നമ്മള് 50-52 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു പെൺകുട്ടി ഗാനമേളയ്ക്ക് ചേച്ചി പറഞ്ഞു ഗാനമേളയെ അന്ന് കുറവാണ്. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പെൺകുട്ടി ഗാനമേളയ്ക്ക് പോകുന്നത് നമുക്ക് അത്രത്തോളം ചിന്തിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. എങ്ങനെയാണ് ആ ഒരു കറേജ് ഉണ്ടാവുന്നത്? ഇതൊരു വലിയൊരു ക്വസ്റ്റ്യനാണ്. ഞാനൊക്കെ സ്റ്റേജിൽ കയറുന്ന സമയത്ത് അന്ന് ശരിക്കും പറഞ്ഞാൽ പാട്ട് പഠിക്കാൻ പോലും ഉള്ളൊരു സാഹചര്യത്തിൽ നല്ല ഞാൻ വന്നിട്ടുള്ളത്. ആ സമയത്ത് വീട്ടിൽ ചെറിയൊരു റേഡിയോ മാത്രമേ ഉള്ളൂ ആ കാലഘട്ടത്തിൽ. ടേപ്പ് റെക്കോർഡർ ഇല്ല. പിന്നെ പാട്ട് പഠിക്കാൻ ഒരു ഫെസിലിറ്റി ഇല്ല. പക്ഷേ ഈ രാത്രി വരുന്ന രഞ്ജിനി പോലെയൊക്കെയുള്ള പ്രോഗ്രാം, നമ്മുടെ റേഡിയോയിൽ വരുന്ന പാട്ടിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട് രഞ്ജിനി എന്ന് പറഞ്ഞിട്ട്, രാത്രി 10 മണി തൊട്ട് 11 മണി വരെ കണ്ടാണ് അത്. അതിനകത്ത് വരുന്ന പാട്ടുകൾ കേട്ടും പിന്നെ രാവിലെ ഡൽഹിയിൽ നിന്ന് ശ്രീലങ്കയിൽ നിന്ന് ഒരു പ്രക്ഷേപണം ഉണ്ടായിരുന്നു.
അപ്പോൾ അതിലൊക്കെ വരുന്ന ഹിന്ദി പാട്ടുകൾ ഇങ്ങനെയൊക്കെ കേട്ട് പഠിച്ച പാട്ടുകളാണ്. അത് പെർഫെക്റ്റ് ആയിട്ടാണോ പാടുന്നതെന്നൊന്നും അന്ന് നമുക്കറിയില്ല. ഇന്നാണെങ്കിൽ അങ്ങനെ കയറാൻ ഭയമാവും നമുക്ക്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് ഭയമൊന്നുമില്ല. അവർ അന്ന് ഇങ്ങനെയൊക്കെ കേട്ട് പഠിച്ച പാട്ടുകൾ. പക്ഷെ അന്നത്തെ ആളുകൾ പാട്ടിനെ വിലയിരുത്താൻ വരുന്നവരല്ല, അവർ പാട്ട് കേൾക്കാൻ വരുന്നവരായിരുന്നു. അതുകൊണ്ട് തെറ്റ് കുറ്റമൊന്നും അവർ നോക്കത്തില്ല. ആസ്വദിക്കാൻ വരുന്നവരായിരുന്നു അന്ന്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് പാട്ടുകാരെ മാർക്കിടാൻ വരുന്ന ജഡ്ജസിനെ പോലെയാണ് ഓഡിയൻസും. കാരണം അത്രമാത്രം പാട്ടുകളുമായിട്ട് അവർ നല്ല അടുപ്പമാണ് ആളുകൾ. എപ്പോഴും അവരുടെ കയ്യിലൊരു മൊബൈൽ ഉള്ളതുകൊണ്ട് പാട്ട് എപ്പോഴും അവർക്കൊരു എപ്പോഴും കേൾക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ ഏത് പാടിയാലും അവർക്ക് അതിൻ്റെ എല്ലാ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകളാണ് ഇന്ന് ഓഡിയൻസ് ആയിട്ടിരിക്കുന്നത്. അന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് നല്ലതാണോ എന്നോ ചീത്തയാണോ എന്നോ നമുക്കറിയത്തില്ല. അന്ന് പാടാൻ അധികം ആളുകളില്ലാത്തത് കൊണ്ട് എല്ലാ പ്രോഗ്രാമിനും ഞാൻ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ചെറിയ പ്രായത്തിലെ കിട്ടിയിട്ടുള്ളത്. അന്ന് പാടിയിരുന്ന പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? അന്ന് ജാനകിയമ്മയുടെ പഴയ പാട്ടുകൾ, അതായത് നിഴലായി ഒഴുകി വരും ഞാൻ എന്നുള്ള പാട്ട്, പിന്നെ ലതാജി പാടിയിട്ടുള്ള കദളി ചെങ്കദളി. അന്നത്തെ കാലത്തിൽ ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പോൾ പാടിത്തരാൻ പറ്റുമോ? അയ്യോ, ഞാൻ ഏറ്റവും കൂടുതൽ അന്നാണേലും ഇന്നാണേലും ഇപ്പം ഇന്നത്തെ പ്രോഗ്രാമിനാണെങ്കിലും ഞാൻ ഓപ്പണിംഗ് സോങ് ആയിട്ട് പാടുന്നത് സത്യം ശിവ സുന്ദരം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒരു ബെഞ്ച് മാർക്ക് സോങ് ആണ്. അതെ, എന്നെ ഞാനത് ചില പ്രോഗ്രാമിന് പാടിയില്ലെങ്കിൽ പോലും ചോദിച്ചു റിക്വസ്റ്റ് ചെയ്ത് പാടിക്കാറുണ്ട്. ഈശ്വര സത്യ സത്യ शिव है शिव ही सुंदर है जागो झुकर देखो जीवन ज्योत जागर है सत्यं शिवं सुंदरं सत्यं शिवं सुंदरं सत्यं शिवं सुंदरं सुंदरं सत्यं शिवं सुंदरं. എനിക്ക് തോന്നുന്നു ഞങ്ങളെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് ഈ പാട്ടിന് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത്. അങ്ങനെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു പാട്ട് ഇതുവരെയും പിന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ഓപ്പണിംഗ് സോങ് ആയിട്ട് നമുക്ക് ഗാനമേളയ്ക്ക് പാടാൻ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല വേറെ ഏതൊരു പാട്ടും ഓപ്പൺ ചെയ്ത് പാടാനായിട്ട്. എങ്ങനെയാ ഈ പാട്ട് ആദ്യമായിട്ട് പാടുന്നേ? ഞാനിത് റേഡിയോയിൽ കെട്ടുപിടിച്ച ഒരു ടേപ്പ് റെക്കോർഡറൊന്നും ഇല്ലാത്ത കാലത്ത്, പക്ഷെ ഒരു 100 ആവർത്തി വരും ഇത്. ഒരു മാസം നമ്മൾ ഈ രാവിലെ റെഡിയാ വെച്ചാൽ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഈ പാട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പം അന്ന് കേട്ടുപഠിച്ച പാട്ടാണ്. അന്നത്തെ പ്രോഗ്രാമിനൊക്കെ ഞാൻ ഇത് അപ്പം വളരെ ചെറിയ പ്രായത്തിലേ പാടിയിട്ടുണ്ട്. ഇപ്പോഴും പാടുന്നുണ്ട്. ഞാൻ ചേച്ചിയുടെ പാട്ടുകൾ അല്ലെങ്കിൽ ഗാനമേള വേദികളിലേക്ക് ചേച്ചി എത്തുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ഓളത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം എല്ലാവരോടും കോട്ടയം ആലീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നാമതൊന്നും ചിന്തിക്കാണ്ടി വരാറില്ല ആരാണെന്ന് ചോദിക്കാൻ. അപ്പോൾ അത്രത്തോളം ആളുകളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അത് സ്വന്തമായി അല്ലെങ്കിൽ നമുക്കറിയാം അന്നത്തെ കാലത്ത് ഒരിക്കലും ഇന്നത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ പാട്ട് പഠിക്കാനാണെങ്കിലും അതല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഗായകരൊക്കെ എടുത്ത് നോക്കുമ്പോൾ സൗണ്ട് നോക്കാൻ വരെ അല്ലെങ്കിൽ സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വരെ അത്രത്തോളം അവർ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ചേച്ചി ജീവിച്ചു വന്ന കാലഘട്ടം അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ചേച്ചി അതിനു വേണ്ടി ചേച്ചിനെ തയ്യാറാക്കിയത്? എൻ്റെ തയ്യാറെടുപ്പെന്ന് പറഞ്ഞാൽ എനിക്ക് അന്നത്തെ കാലത്ത് നമുക്ക് പ്രത്യേക ഒരു തയ്യാറെടുപ്പിനൊന്നുമുള്ള സാഹചര്യങ്ങളില്ലല്ലോ. വീട്ടിലെന്താണോ ഉണ്ടാക്കുന്നത് അത് കഴിക്കും, എവിടെ പോകുമ്പോൾ അവിടെ എന്താ കിട്ടുന്നത് അത് കഴിക്കും, മഴ നനയെങ്കിൽ നനയും, വെയിൽ കൊള്ളണമെങ്കിൽ കൊള്ളും, മഞ്ഞത്ത് ഇരുന്ന് പാടണമെങ്കിൽ പാടും. ആ മഞ്ഞൾ എനിക്ക് തോന്നുന്നു ഈ പ്രകൃതിയിലോട്ട് കൂടുതൽ ഞാൻ ആ പ്രകൃതിയുമായിട്ടെല്ലാം നടന്നതുകൊണ്ടാവാം ഞാനൊരു പ്രിക്കോഷനും എടുത്തിട്ടില്ല. ശബ്ദം നന്നാവാനോ അല്ലെങ്കിൽ ശബ്ദം ക്രമീകരിക്കാനോ ശബ്ദം സൂക്ഷിക്കാനോ അന്നൊന്നും അങ്ങനെ പറഞ്ഞു തരാൻ പോലും ആരുമില്ലായിരുന്നു. നമ്മുടെ സാഹചര്യത്തിൽ എനിക്ക് എന്താണോ ആ സാഹചര്യം ഉണ്ടായിരുന്നത് ആ സാഹചര്യത്തിൽ ഇങ്ങനെ പാടാനായിട്ട് എല്ലാ സ്റ്റേജിലും പോവുക, സാഹചര്യങ്ങൾക്കൊത്ത് ജീവിക്കുക, കിട്ടുന്ന ഭക്ഷണം എല്ലാം കഴിക്കുക.
അപ്പം നല്ല ശരീരം ഉണ്ടാകാൻ നല്ല ശരീരം ഉണ്ടാവണം. തീർച്ചയായിട്ടും നല്ല സൗണ്ട് വേണമെങ്കിൽ നല്ല സൗണ്ട് വേണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. അത് നമുക്ക് എന്താണോ കിട്ടുന്നത് അത് വയറ് നിറച്ച് കഴിക്കുക. പാടുന്നവർക്ക് നല്ല ശക്തി വേണ്ടേ ഈ ശബ്ദം പുറത്തോട്ട് വരാൻ. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് പാട്ട് പാടാനേ സാധിക്കില്ല. ഇപ്പം പിന്നെ കുറച്ചും കൂടെ അറിവ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട് അത്രയും നല്ല ഒരു പാട്ടുകാർക്കും അത് ലൈഫ് തരും എന്നുള്ളതാണ്. അപ്പം അന്ന് ഇതേപോലെ സാഹചര്യങ്ങൾക്കൊത്ത് ജീവിച്ചത് കൊണ്ടാകാം നമുക്ക് അന്നൊക്കെ മനസ്സിൽ പാടണം 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 എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. പൈസ പോലും വേണമെന്നില്ല അന്ന്. ഇന്നല്ലേ പൈസ എണ്ണി വാങ്ങുന്നത്. അന്നൊക്കെ പാടി കഴിഞ്ഞിട്ട് പൈസ കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി. അങ്ങനെ നമ്മൾ പക്ഷേ പാട്ട് പാടിയല്ലോ, പ്രോഗ്രാം നന്നായല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടാണ് നമ്മൾ വീട്ടിലൊക്കെ പോകുന്നത്. ഇന്ന് പോലും ഇപ്പോൾ ഈ അടുത്തൊരു കാലത്തൊക്കെയാണ് നല്ലൊരു റെമ്യൂണറേഷനൊക്കെ വാങ്ങിക്കാൻ തന്നെ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഇതുവരെയും അങ്ങനെ ഒരാളുടെ അടുത്ത് പൈസയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഒരിക്കലും ഒരാളുമായിട്ട് മുഷിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ കൊണ്ടാവാം ഭഗവാൻ ഇപ്പോഴും നമ്മളെ ഇങ്ങനെ നിലനിർത്തുന്നത്. ഞാൻ പൈസയുമായിട്ട് എൻ്റെ പാട്ടിനെ ഒരിക്കലും വാല്യൂ കൽപ്പിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ആ 12 വയസ്സുകാരിയെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ചേച്ചിക്ക് തോന്നുന്നേ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണമെങ്കിലേ നമുക്ക് ദൈവം തരുന്ന പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധി ഘട്ടങ്ങൾ അതൊക്കെ നമുക്ക് തരണം ചെയ്യാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവണം. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരണമെന്നും നമുക്കൊരു എയിം വേണം. എനിക്ക് പഠിക്കാനൊക്കെ നല്ല ബുദ്ധിയുണ്ടായിരുന്നു, പഠിക്കുകയും നല്ലതുപോലെ പഠിക്കുകയും ചെയ്യുന്നു. പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും ഈ സംഗീതം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ആ ലെവലിൽ എനിക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ളൊരു വിചാരം എനിക്കുണ്ടായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമേ തരംഗനശ്ശേരി സ്കൂളിലാണ് ഞാൻ ആദ്യം ഈ സംഗീതം SSLC പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പം പഠിക്കാനായിട്ട് പോയത്. ദാസേട്ടൻ്റെ കോളേജിൽ. ദാസേട്ടൻ അന്ന് തരംഗനശ്ശേരി എന്ന് പറഞ്ഞുകൊണ്ടൊരു ട്രിവാൻഡ്രത്തൊരു സ്കൂളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തതും ദാസേട്ടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്ത് പാട്ടൊക്കെ പഠിക്കുകയൊക്കെ ചെയ്ത്. പക്ഷേ അതൊരു ഈവനിങ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ സംഗീത കോളേജിലേക്ക് പോയത്, തിരുനാളിൽ പഠിക്കാൻ പോയത്. അപ്പം ജീവിതത്തിൽ എനിക്ക് പാട്ടിൽ എന്തെങ്കിലും ആകണമെന്ന്, പക്ഷേ ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഒരു ആകൽ എനിക്കായിട്ടില്ല. ഇല്ല എന്ന് വെച്ചാൽ ഏതൊരു പാട്ടുകാരൻ്റെ അല്ലെങ്കിൽ പാട്ടുകാരുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് സിനിമയിൽ പോകണം, സിനിമയിലൂടെ കുറച്ച് പ്രശസ്തി കിട്ടണം, പൈസ കിട്ടണം എന്നൊക്കെ ഉള്ളതാണ്. അങ്ങനെയൊക്കെ ഞാനും വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിനകത്ത് വന്നപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ആയിട്ടുള്ള പൊളിറ്റിക്സ് ഒക്കെ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഈ ആ ഫീൽഡിലൊന്നും വലിയ ഒരു ആളാവാൻ സാധിക്കില്ല എന്ന് ഇനി വളരെ ചെറിയ ഒരു കാലഘട്ടത്തിന് മുമ്പേ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന എന്നെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ അമ്പലപ്പറമ്പിലുണ്ട്. അവരെൻ്റെ ഗാനമേള എപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഗാനമേള ചെയ്യാം എന്നുള്ള രീതിയിൽ അമ്പലപ്പറമ്പിലേക്ക് ഒതുങ്ങിക്കൂടി. ഇന്നും എൻ്റെ പ്രേക്ഷകരും എൻ്റെ അവാർഡും എല്ലാം ഈ സാധാരണക്കാരായിട്ടുള്ള എന്നെപ്പോലെ സാധാരണക്കാരായിട്ടുള്ള എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അമ്പലപ്പറമ്പിലുണ്ട്. അവരോടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കടപ്പാട്. പിന്നെ ഞാനാക്കിയ എൻ്റെ കൂടെ ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ, അവരൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കരുത്തെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചേച്ചി പറഞ്ഞു സിനിമയെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 11ഓളം പാട്ടുകൾ ഞാൻ കുറച്ച് പിക്ചറിലൊക്കെ പാടിയിട്ടുണ്ട്, കുറച്ചൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ചിലതൊക്കെ അന്നും ലേബലില്ലാത്ത കുറേ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അതൊരു കാലഘട്ടം, തരംഗിണിയൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. അതിൽ സങ്കടം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. സങ്കടം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരെയും കൊള്ളും. അതുകൊണ്ട് ഞാനിത് അതൊന്നും പറയുന്നില്ല. വാസ്തവത്തിൽ ഒരാളെ വളർത്താനല്ല ഈ സമൂഹം നമ്മളെപ്പോഴും നോക്കുന്നത്, അവരെ തളർത്താനായിരിക്കും പലപ്പോഴും. നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും, നമ്മൾ വാങ്ങുന്നു. പക്ഷേ ഇന്നിപ്പം ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് അങ്ങനെയല്ല. ആര് നമ്മളെ ഡിസ്കറേജ് ചെയ്താലും നമുക്ക് അത് നേടണമെന്നുള്ള നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് നേടാൻ പറ്റും. പക്ഷേ എനിക്കൊക്കെ ആ ഒരു ധൈര്യം ഇല്ലായിരുന്നു. കാരണം എൻ്റെ ബാക്കിലൊന്നും ഒരു സപ്പോർട്ടിന് എൻ്റെ അച്ഛനോ അമ്മയോ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റപ്പെട്ട്, അല്ലെങ്കിൽ ഞാനൊരു എന്താ പറയുന്ന ഒരു എപ്പോഴും ഒരു പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഒരു നല്ല ഗൈഡ് ചെയ്യുന്ന ഒരാളിൻ്റെയോ സപ്പോർട്ടില്ലാതെ കലാരംഗത്ത് ഇന്ന് നല്ല രീതിയിലൊന്നും വളർന്നു വന്നിട്ടുള്ളവരാരുമില്ല. അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഒരാൾ വേണം. അങ്ങനെ ഒരാൾ എനിക്കില്ലായിരുന്നു. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് അക്കാഡമി പഠിക്കാൻ വന്ന് അവിടെ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി കിട്ടി പോകാം, ഇടയ്ക്ക് വല്ല പ്രോഗ്രാമൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിഷമിക്കും, പിന്നെ അങ്ങോട്ട് പോവാറില്ല. നമ്മളെ അവഗണിക്കുന്നിടത്തോട്ട് പിന്നെ നമ്മൾ പോകാൻ ഇഷ്ടപ്പെടത്തില്ലല്ലോ. അങ്ങനെ പിൻവാങ്ങിയ ഒരാളാണ് ഞാൻ.
പക്ഷെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു അവഗണന നേരിടേണ്ടി വന്നത്? അതിപ്പോഴും ഇല്ലേ? ഇപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാ ഫീൽഡിലും നടക്കുന്നില്ലേ? കഴിവുള്ളവരെ ചവിട്ടിത്താക്കുകയും കഴിവില്ലാത്തവരെ കൊണ്ടുവരിക എല്ലായിടത്തും ഇല്ലേ അത്? തീർച്ചയായിട്ടും. പിന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തി എന്നിലുള്ള ഒരു ശക്തി, അല്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു ഈശ്വരൻ എന്നിലുണ്ട്. നമുക്കുള്ളത് എവിടെ ആയാലും എപ്പോഴായാലും അത് ഭഗവാൻ കൊണ്ടുതരും. ഉറപ്പായിട്ടും. നമ്മൾ എന്തായി തീരണോ, ഒരുപക്ഷെ ഞാനൊരു ആധ്യാത്മിക വഴിയിലേക്ക് തിരിയാൻ വേണ്ടിയായിരിക്കും എന്നെ ആ ഒരു ലെവലിലേക്ക് ഭഗവാൻ കൊണ്ടുവരാഞ്ഞതെന്ന് ഇപ്പം ഞാൻ ചിന്തിക്കുന്നു. അതിൽ സന്തുഷ്ടയാണ്. തീർച്ചയായിട്ടും. ഞാൻ എൻ്റെ ജീവിതത്തെ തൊട്ടറിയുന്നത് ഇപ്പോഴാണ്. മറ്റേ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയും കുടുംബം നടത്താൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ശരിക്കും യഥാർത്ഥത്തിൽ എന്താണ് ജീവിതം, എന്തിനാണ് മനുഷ്യൻ ജീവിക്കുന്നത്, എന്തിനാണ് നമ്മളിതിൻ്റെ പുറകെ നടക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ്. അപ്പം നമ്മളെപ്പോഴും എനിക്ക് കിട്ടിയതിനെ ഓർത്ത് എനിക്ക് ഭയങ്കര ഞാൻ സംതൃപ്തയാണ്. എനിക്ക് അവസരങ്ങൾ തന്നവരോടും എനിക്ക് തരാത്തവരോടും ഒക്കെ എനിക്കിപ്പം ഒത്തിരി നന്ദിയും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ എനിക്ക് തരാഞ്ഞത് എന്നെ ഈ ആധ്യാത്മിക വഴിയിലേക്ക് മാറ്റാൻ വേണ്ടിയായിരിക്കാം. എൻ്റെ ഭഗവതിയുടെ ഇഷ്ടം വേറെ ഒന്നായിരിക്കാം. എനിക്കെല്ലാവരോടും സ്നേഹമാണ്. എന്നോട് ഞാൻ ഒരാളിനോട് പോലും ഒരു വ്യക്തിയോട് പോലും മനസ്സുകൊണ്ട് ഒരു വിഷമവും ചിന്തിക്കാത്ത ഒരാളാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ നമ്മൾ അവഗണനകൾ നേരിടുന്ന സമയത്ത് പിന്നെ നമുക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. ഞാൻ അങ്ങനെ ഒതുങ്ങിപ്പോയായിരുന്നു. കുറേ ഒതുങ്ങിപ്പോയ സമയം കൊണ്ടാണ് ആധ്യാത്മിക വഴിയിലോട്ട് തിരിഞ്ഞത്. പക്ഷെ സ്റ്റേജിൽ വീണ്ടും ഭയങ്കര പവർഫുൾ ആയിട്ട് വരുന്ന ചേച്ചിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആധ്യാത്മിക പ്രഭാഷണം ചെയ്യുമ്പോൾ 1 മണിക്കൂർ ഞാൻ പാടുകയാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ അനുഭവിക്കുന്നൊരു സന്തോഷം എനിക്ക് ചെറുതല്ല. എന്ന് വെച്ചാൽ ഞാൻ ട്രാക്ക് യൂസ് ചെയ്തിട്ട്, കരോക്കെ യൂസ് ചെയ്തിട്ട് 1 മണിക്കൂർ പ്രഭാഷണം ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഞാൻ പാടും. അപ്പം അത് കേൾക്കാൻ എൻ്റെ പ്രോഗ്രാം ഇഷ്ടംപോലെ ബുക്ക് ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം നമുക്കറിയാം, ആലീസ് എന്ന് പറയുന്നൊരു ക്രൈസ്തവ മതവിശ്വാസിയായിരുന്നു. പിന്നീട് എപ്പോഴാണ് സനാതന ധർമ്മത്തിലേക്ക് അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിലേക്ക് വരണം അല്ലെങ്കിൽ അതിലേക്ക് മാറാം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്? എൻ്റെ ഹസ്ബൻഡ് എന്നെ കല്യാണം കഴിച്ചത് ഒരു നായരാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വീടാണിത്. അപ്പം ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ജീവിതത്തിൽ. അതായത് എന്നാൽ അവർ പരസ്യമായിട്ട് എന്നോട് ആരും വിരോധമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് സപ്പോർട്ടിന് ആരും ഇല്ലായിരുന്നു. എൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ഈശ്വരൻ മാത്രമായിരുന്നു. അപ്പം ഇദ്ദേഹത്തിനോട് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി പള്ളിയിലോട്ട് പോകാനായിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചാൽ എൻ്റെ ഈ ചുറ്റും താമസിക്കുന്ന എല്ലാ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, ഇദ്ദേഹത്തിൻ്റെ വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികളൊക്കെ ആയിട്ട് ഞാൻ പഠിച്ചതും ക്ലാസിക്കലായതുകൊണ്ട് ഞാൻ ആ ക്ലാസിക്കൽ കീർത്തനങ്ങളെല്ലാം നമ്മുടെ ഹൈന്ദവ ദൈവങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള. അപ്പം ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അത് ഏത് വഴിയിലൂടെ നമ്മൾ വിളിച്ചാലും അത് ഒരു ഈശ്വരനിലെത്തുന്നു എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ക്ഷേത്രത്തിൽ, എൻ്റെ ഭരണിക്കാവ് ക്ഷേത്രം ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. കുടുംബക്ഷേത്രത്തിൽ ഞങ്ങളുടെ ദേശദേവതയാണ്. അവിടെ പോയി പ്രാർത്ഥിക്കുകയും അവിടുത്തെ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ അവിടുത്തെ പ്രഭാഷണങ്ങൾ കേൾക്കും. ഞങ്ങൾ 41 ദിവസം മണ്ഡല കാലത്ത് ഇവിടെ പ്രഭാഷണങ്ങൾ നടക്കും. ഞാനതെല്ലാം പോയിട്ട് അതിൻ്റെ നോട്ട്സൊക്കെ എഴുതിയെടുക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച തോറും നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് ലളിതാ സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങി. അത് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു 10-18 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അമൃത TV-യിൽ ഒരു റിയാലിറ്റി ഷോ വന്ന സമയത്ത് ഞാനിപ്പോഴും അനായാസം പാടുന്നത് എങ്ങനെയാണെന്ന് MG ശ്രീകുമാർ എന്നോട് ചോദിച്ച സമയത്താണ് ഞാനിത് ചൊല്ലുകയും ഞാനിത് ചൊല്ലുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് ഈ ശബ്ദം ഇപ്പോഴും നല്ല കൺട്രോള്, വോയിസ് കൺട്രോൾ, ബ്രെത്ത് കൺട്രോൾ എല്ലാം എനിക്കുണ്ട്, അതുകൊണ്ട് പാടാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു എപ്പിസോഡ് വൈറലായി. അങ്ങനെ പിന്നെ ലളിതാ സഹസ്രനാമം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഹൈന്ദവ മതത്തിലേക്ക് വന്നത്. പിന്നീട് ഞാൻ ഒരുപാട് ബുക്കുകൾ വായിക്കും, ഇതിനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കും. അങ്ങനെയൊക്കെ എന്താണോ സനാതനധർമ്മം ഒരു സത്യമായ ധർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിലൂടെ ഇപ്പം മുന്നോട്ട് പോകുന്നു എൻ്റെ ജീവിതം. ഇപ്പോൾ ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ് ലളിതാ സഹസ്രനാമം എന്ന് പറയാറുണ്ട്. എങ്ങനെയാണ് ചേച്ചിയുടെ ജീവിതം ലളിതാ സഹസ്രനാമം മാറ്റിമറിച്ചിട്ടുണ്ടാകുക? ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ശരിക്കും എന്താ വെച്ചിട്ട് നമ്മൾ ഹിന്ദുക്കൾ മാത്രമല്ലേ അത് ചൊല്ലുന്നുള്ളൂ, മറ്റുള്ളവരാരും അത് ചൊല്ലുന്നില്ലല്ലോ, അവരും ജീവിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. പക്ഷേ അവരോട് നമ്മളത് പറയുമ്പോൾ അവർ പറയും നിങ്ങളുടെ മതത്തിലുള്ളത്, ഹിന്ദു മതത്തിലുള്ളതായതുകൊണ്ട് നിങ്ങളിത് പറയുന്നതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് 40 മിനിറ്റ് ഒരു നമ്മുടെ ഒരു എന്താ പറയുന്നത് ഒരു ബ്രീത്തിങ് എക്സസൈസാണ്, ഒരു യോഗയാണത്.
എന്താ പറയുന്ന ഒരു നമുക്ക് എന്ന് പ്രാണായാമമൊക്കെ ചെയ്യത്തില്ലേ, ബ്രീത്ത് എടുത്തിട്ട് നമ്മൾ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്നത് പോലെ ഇത് നാമങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. 40 മിനിറ്റ് നേരം നമ്മുടെ ഉള്ളിൽ ഈ ഒരു ശ്വസനക്രിയ നടന്നുകൊണ്ടിരിക്കുക നമ്മളറിയാതെ. ഹിന്ദുവിൻ്റെ എല്ലാ ആചാരങ്ങളും ഈ ഒരു മനുഷ്യനെ, വ്യക്തിയെ നല്ലതാക്കാനും വ്യക്തി എന്താണെന്നറിയാനും കൂടിയുള്ള ക്രിയകളാണ് എല്ലാത്തിലും വെച്ചിരിക്കുന്നത്. ഈവൻ നമ്മൾ അമ്പലത്തിലെ പ്രദക്ഷിണം ചെയ്ത് അമ്പലത്തിൽ തൊഴുന്നത് പോലും അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരേപോലെ കൊണ്ടുപോകാനായിട്ടുള്ള ക്രിയകളാണ് നമ്മുടെ ആചാര്യന്മാരെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഹിന്ദു ഇത് അറിയാതെ പോകുന്നതാണ് ഏറ്റവും വലിയൊരു ദുഃഖകരമായ അവസ്ഥ. ഇപ്പം ലളിതാ സഹസ്രനാമം പോലും കറക്റ്റായിട്ട് ചൊല്ലാത്ത എത്രയോ പേരുണ്ട്, എത്രയോ ഹിന്ദുക്കളുണ്ട്. അപ്പം ഇതറിയുമ്പം നമുക്കെന്താ, ഒരു 40 മിനിറ്റ് നമ്മുടെ മനസ്സിനെ നമുക്ക് ദൃഢമായ ഒരിടത്തേക്ക് പിടിച്ചു വെക്കാൻ സാധിക്കുന്നതാണ് ഈ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ. ഒരാൾ സ്ട്രോങ് ആയ ഒരാൾക്ക് ഒരു നല്ല തീരുമാനം എടുത്ത് നല്ല മുന്നോട്ട് പോകാനുള്ള ആത്മധൈര്യവും മനോധൈര്യവും ഒക്കെ തരുന്നത് നമ്മുടെ മൈൻഡല്ലേ. മനസ്സിനെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രശ്നത്തിലും ചെന്ന് വീഴാൻ നമുക്ക് തോന്നത്തില്ല. വീണാലും നമുക്കതിനെ നേരിടാനുള്ള മനഃശക്തി നമുക്കുണ്ടാകും. ഈ ശക്തിയെ തരും ഈ ലളിതാ സഹസ്രനാമം. പിന്നെ ആവശ്യമില്ലാത്ത ഈ ലൂസ് സ്റ്റോക്ക് പോലെയൊക്കെയുള്ള മനുഷ്യൻ്റെ ഊർജം കളയുന്നത് മുഴുവൻ ഈ ആവശ്യമില്ലാത്ത സംഭാഷണത്തിന് വേണ്ടിയാണ്. അതൊക്കെ നിയന്ത്രിക്കാനും നമ്മളിൽ അടങ്ങിയിട്ടുള്ള കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരുവാനും നമ്മളെന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലാകുവാനൊക്കെ ലളിതാ സഹസ്രനാമം സഹായിക്കും. ആക്ച്വലി നമ്മുടെ ഒരു ഓറയെ ക്രിയേറ്റ് ചെയ്യും, നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഓറ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ ഉള്ളിലും പുറത്തും നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ക്രൈസ്തവ മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു മാറ്റമാണല്ലോ, അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളെ എടുത്തു നോക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെങ്ങനെയാണ് ചേച്ചി അംഗീകരിച്ചത്? ഇപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുമല്ല, ക്രിസ്ത്യൻ മതമാകട്ടെ അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങളൊന്നും ഒരു വ്യക്തിയെ എംപവർ ചെയ്യുന്ന കാര്യങ്ങളെ അവർ കുറച്ചേ പറയുന്നുള്ളൂ. അവരുടെ ഉപദേശത്തിലും അവരവരുടെ മതത്തിൻ്റെതായ തത്വത്തെയാണ് കൂടുതൽ അവർ എന്താ പറയുന്നത്, അവർ കുറച്ച് ശക്തിയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അവരുടെ മതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. പക്ഷെ മതം എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് ഒരു വ്യക്തി നന്നാവണ്ടേ? ഒരു വ്യക്തിക്ക് ജീവിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ. ഇപ്പം വിശന്നിരിക്കുന്ന ഒരാളുടെ മുമ്പിൽ പോയിരുന്നു കുറേ സുവിശേഷം പറഞ്ഞാൽ അവരെങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും? നമ്മളെ അറിയണം. നമ്മളിൽ ഒരുപാട് കഴിവുകൾ ഈശ്വരൻ തന്നിട്ടുണ്ട്. ആ കഴിവ് അറിയണ്ടേ നമ്മൾ? ആ കഴിവ് എന്താണെന്ന് അറിയുമ്പോഴാണ് നമ്മൾ ഈ പ്രകൃതി എന്ന് പറയുന്നത് ഒരു ഈശ്വരനാണെന്ന് തിരിച്ചറിയുന്നത്. ഈ പ്രകൃതിയും പ്രപഞ്ചം എല്ലാം മനുഷ്യനും നമ്മളൊന്നും വ്യത്യാസമുള്ളവരല്ല. നമ്മൾ ഈ പ്രപഞ്ചം തന്നെയാണ്. ഈ പ്രപഞ്ചം ഇത്രയും വ്യാപിച്ചിരിക്കുന്ന പോലെ മനുഷ്യൻ്റെ മനസ്സിനെയും അത്രമാത്രം നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിക്കും, അത്രമാത്രം വളരാൻ സാധിക്കും. അധാർമികതയോടുകൂടി നമ്മുടെ കർമ്മം ചെയ്യുക, അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ധാർമ്മികതയോടുകൂടി നമ്മുടെ കർമ്മത്തെ ചെയ്തിട്ട് ഈ പ്രപഞ്ചത്തോട് അതിൻ്റെ പ്രതിഫലം ചോദിക്കണം. തീർച്ചയായിട്ടും തരും. നമ്മൾ ഈശ്വരനോട് പോയി യാചിക്കല്ല വേണ്ടത്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ആവശ്യത്തിന് വർക്ക് ചെയ്യുക, പ്രപഞ്ചം അതിൻ്റെ പ്രതിഫലം തന്നുകൊണ്ടിരിക്കും. ആ ഒരു തിരിച്ചറിവ് എല്ലാ മനുഷ്യർക്കും വേണ്ടതില്ല. അതിനകത്ത് എവിടെയാണ് മതമുള്ളത്? ഇതല്ലേ ഹൈന്ദവ മതം പഠിപ്പിക്കുന്നത്? അവനവനെ തിരിച്ചറിയുക, അവനിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വര തത്വത്തെ തിരിച്ചറിയുക. നമ്മളെന്ന വ്യക്തി പാപികളൊന്നും അല്ല. നമ്മൾ 84 ലക്ഷം സ്പീഷീസ് ഈ ലോകത്തിലുണ്ട്. ആ ജന്മമെല്ലാം എടുത്തതിന് ശേഷം കിട്ടുന്ന പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ജന്മമാണ് മനുഷ്യനെന്ന് പറയുന്നത്, അല്ലേ? അതെ. അപ്പം മനുഷ്യനിൽ അപാരമായ കഴിവുകളും കൊണ്ടാണ് മനുഷ്യനെ ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കഴിവിനെ അറിയാതെ, ഈ കഴിവ് പ്രയോജനപ്പെടുത്താതെ, ഈ കഴിവിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഉള്ളിലൊരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാതെ നമ്മൾ 24 മണിക്കൂർ ഈശ്വരനെ വിളിച്ചിട്ട് എന്ത് കാര്യം? തീർച്ചയായിട്ടും മനുഷ്യനെ അറിയാൻ വേണ്ടി പഠിപ്പിക്കുന്ന ഒരു മതമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അത് തന്നെയാണ് അപ്പോൾ ഈ മതത്തിലേക്ക് തീർച്ചയായിട്ടും. ഇനി എൻ്റെ കഴുത്ത് മുറിച്ച് വെച്ചാലും ഞാൻ ഈ അറിഞ്ഞ സത്യത്തെ ഒന്നും ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ഇതാണ് സത്യം. പ്രപഞ്ചം നമ്മൾ കാണുന്ന പ്രപഞ്ചം സത്യമാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മതവും സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും. ഇപ്പോൾ അന്ന് MG ശ്രീകുമാറിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു MG ശ്രീകുമാർ ആദ്യമായിട്ട് ഒരു ഗാനമേള വേദിയിൽ പാടുന്നത് ആലിസ് ചേച്ചിക്ക്. ഞാൻ MG ശ്രീകുമാർ ചിത്രയൊക്കെ ഞങ്ങൾ തിരുവനന്തപുരത്തെ ഗാനമേള ട്രൂപ്പ് എന്നൊക്കെ പറയുന്നത് അന്ന് ഒരു വലിയ ഒരു അത്ഭുതം പോലെയാണ്. ഞങ്ങൾ എത്ര പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെന്നറിയാം ഞങ്ങൾ ഒരുമിച്ച്. അന്നും ഞങ്ങളെല്ലാവരും ഒരു ബിഗിനേഴ്സാണ്. പക്ഷെ അവരുടെ ലെവൽ മാറിപ്പോയി, എൻ്റെ ജീവിതം ഇങ്ങനെയായി. ഞാനതുകൊണ്ടൊന്നും ആയില്ലോ എന്നുള്ള ഒന്നുമില്ല. ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് ഞാൻ എപ്പോഴും അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ.
അവർ ആ ഫീൽഡിൽ നല്ലതായി. എനിക്ക് എൻ്റെ ആധ്യാത്മിക വഴിയിലേക്ക് തിരിയാനും ഇത് ഈ സത്യം നിയോഗമായിരിക്കാം അത്. തീർച്ചയായിട്ടും എൻ്റെ നിയോഗം തന്നെയാണ്. കാരണം അന്ന് എനിക്ക് തോന്നുന്നു MG ശ്രീകുമാർ ഈ പ്രോഗ്രാമിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആലിസ് ചേച്ചി 200 രൂപ ശമ്പളം വാങ്ങുമ്പോൾ MG ശ്രീകുമാറിന് 20 രൂപയാണ് ശമ്പളം. ആ ഒരു കാലഘട്ടത്തിൽ ഞാനത് ഒരു എന്താ പറയുന്നത്, എല്ലാവർക്കും അട്രാക്ട് ചെയ്യുന്നൊരു ഗായികയാണ് അന്നും ഇന്നും ഉറപ്പായിട്ടും. എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിയോഗം ഉണ്ടാവും നമ്മൾ പറയുമല്ലോ. ആ നിയോഗമായിരിക്കാം, അല്ലെങ്കിൽ ചേച്ചി ഉപാസിക്കുന്ന ദേവതയായിരിക്കാം ഈ ഒരു വഴിയിലേക്ക് ചേച്ചി കൊണ്ടുവന്നേന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെ, നമുക്ക് ജീവിതത്തിൽ എനിക്ക് എനിക്കുള്ള വിഷമം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വയസ്സുകാലത്താണല്ലോ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതും നമ്മൾ ഈ ഈശ്വര തത്വം എന്താണെന്ന് അറിഞ്ഞതും സത്യം എന്താണെന്ന് അറിഞ്ഞതും മനുഷ്യനെ അറിയാൻ തുടങ്ങിയതും ഒക്കെ ഈ സമയത്താണ്. മറ്റൊക്കെ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ദൈവം എവിടെ, ഞാൻ എത്രയോ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, ഒരു ക്ഷേത്രത്തിൽ പോലും അകത്ത് കയറിയാൻ തൊഴുതിട്ടില്ല. പക്ഷെ ആ ക്ഷേത്രങ്ങളിലൊക്കെ ഇപ്പം ഞാൻ കാറും പിടിച്ചു പോയി എല്ലായിടവും കയറി തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും അത് വലിയൊരു മാറ്റമാണ്. നമ്മുടെ വടക്കനാഥ ക്ഷേത്രത്തിൽ പോയിരുന്നു. പക്ഷേ അവിടെയൊക്കെ കയറാൻ എനിക്ക് ഹിന്ദു മതത്തിലേക്ക് ഞാൻ മാറി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സംഘടിപ്പിച്ചു ഇതിനിടയ്ക്ക്. ഈശ്വരന് മനുഷ്യനെ വ്യത്യാസമൊന്നുമില്ല, ഈശ്വരനെല്ലാം ഒരുപോലെയാണ്. പക്ഷേ ചില ആളുകൾ വിഷയം ഉണ്ടാക്കും. ക്ഷേത്രത്തിന് ചില ആധാരങ്ങളൊക്കെ ഉണ്ട്, അതിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അതിനു വേണ്ടി ഒരു സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എല്ലാ ക്ഷേത്രത്തിലും ഇപ്പം ധൈര്യപൂർവ്വം കയറി ചെല്ലാം. ഇത് ചിലപ്പം എല്ലാ ആളുകളും വിവാദമാക്കുമായിരിക്കും. ചിലപ്പം നിങ്ങൾ ഇത്രയും ദൈവത്തെ ആരാധിച്ചിട്ട് ദൈവത്തെ കയറ്റാതിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ടോ? ഉണ്ട്, ക്ഷേത്രങ്ങളുടെ ഒരു രീതി അതാണ്. പക്ഷേ ഞാൻ ശബരിമലയിൽ പോയി ഭഗവതി പൂജയ്ക്ക് ഭഗവതി സേവയുടെ അടുത്ത് പോയിരുന്ന് ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലിട്ട് വന്നു. ഇപ്പം മലയ്ക്ക് 40 ഭാഗ്യാണത്. പിന്നെ 48 ദിവസം ഞാൻ വ്രതം എടുത്ത് ശബരിമലയിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുതു. എങ്ങനെയാണ് നമ്മൾ പൊതുവെ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം മാറുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്? തീർച്ചയായിട്ടും. അത് ശബരിമലയും കൂടി ആകുമ്പോ നമുക്കറിയാം ഓൾറെഡി വലിയൊരു ഓറയുള്ള ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും അതെ. അവിടെ ആ ഒരു എനർജി എത്രത്തോളമായിരുന്നു? ഞാൻ പറയുന്നത് ഇനിയിപ്പം ആ ഒരു സ്ഥലത്ത് എല്ലാ മാസത്തിലും നമ്മളൊന്ന് പോകേണ്ടത് നല്ലതാണ്. നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തിന് നല്ലതാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെയൊക്കെ അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് വയ്ക്കും, കൊഴുപ്പായിട്ടൊക്കെ. അതൊക്കെ ഒന്ന് ഉരുകി മനുഷ്യനൊരു സാധാരണ ഒരു മനുഷ്യനായി മാറാൻ ആ മല കയറുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ശരീരത്തിൻ്റെ ഒരു ഇതുണ്ട്, ഒരു വിയർത്ത് കുളിച്ച് നമ്മുടെ എല്ലാ എനർജിയും മാറി ഇല്ലേ? അതെ, ചെല്ലും എന്തോ ഒരു ഫ്രഷ്നെസ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അവിടെ ഇരുന്ന് കുറച്ചു നേരം ഇരുന്ന് നാമമൊക്കെ ചൊല്ലിയിട്ട് തിരിച്ചിറങ്ങി വരുമ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു വർഷം ചെയ്തു വെച്ച പാപമൊക്കെ നമ്മളെ ഭഗവാൻ ക്ഷമിച്ചു നമ്മളെ മനസ്സിലങ്ങ് തോന്നുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ എന്ന്. ഇത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ഓരോ ആരാധനാലയങ്ങളും സ്ഥലങ്ങളുമൊക്കെ അവിടെയൊക്കെ പോകാൻ സാധിക്കുന്നത് അതൊക്കെ എൻ്റെ ഒരു പുണ്യമായിട്ട് ഞാൻ കരുതുവാണ്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ ഒന്നും പോകാൻ ഞാൻ തയ്യാറാവത്തില്ല. ഇതൊക്കെ അറിഞ്ഞ സത്യമായതുകൊണ്ടല്ലേ ഞാൻ അവിടെയൊക്കെ പോകാൻ എനിക്ക് സാധിച്ചത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നത് എല്ലാ മാസവും പോകണമെന്ന് വിചാരിക്കും. ചിലപ്പം നമ്മുടെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാ മാസവും പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഉടനെ പോകും ഞാൻ. ഇപ്പൊ പണ്ട് എനിക്ക് തോന്നുന്നു ഗാനമേളകളിൽ ഹരിവരാസനം പാടിയിരുന്നതായി കേട്ടിട്ടുണ്ട്. ലാസ്റ്റ് ചിലര് പറഞ്ഞ് പഠിപ്പിക്കും ഹരിവരാസനം പാടണം. എനിക്ക് തോന്നുന്നു മാതാ അമൃതാനന്ദമയി ജീവിതത്തിലെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുപാട്. അമ്മ ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ ഒരു ആധ്യാത്മിക വഴിയിലേക്ക് തിരിയാൻ അമ്മ ഒരു കാരണമാണ്. ഞാൻ അമ്മയെ പോയി കാണുകയും ഞാനൊരു വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന സമയത്താണ് ഞാൻ അമ്മയെ പോയി കണ്ടിട്ടുള്ളത്. അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഞാനപ്പോൾ ഒത്തിരി കരഞ്ഞു. അതോടുകൂടി എനിക്ക് ഓരോരോ വഴികൾ തുറക്കുമായിരുന്നു. ഞാൻ അമ്മയുടെ കെയർ ഓഫിൽ അമ്മയുടെ പേരിലുള്ള ഒരുപാട് മഠങ്ങൾ നമ്മുടെ കൊടുങ്ങല്ലൂർ, പിന്നെ കോട്ടയ്ക്കൽ, ഇപ്പം മല്ലപ്പള്ളി പോകാൻ പോകുന്നത് അവിടുത്തെ മഠമാണ്, തിരുവല്ലയിലുള്ള മഠം. ഒരുപാട് മഠങ്ങളിൽ പോയി ഞാൻ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രഭാഷണങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മയുടെ തിരൂരുള്ള അവരുടെ കെയർ ഓഫിലാണ് കുംഭമേളയ്ക്ക് ഇപ്രാവശ്യം ഞാൻ പോയിരുന്നു. അവിടെ പ്രഭാഷണം ചെയ്തു. കുംഭമേളയിൽ ഇപ്പുറത്തെ കരയിൽ മാതാമൃതാനന്ദമയി അമ്മയുടെ മഠത്തിൻ്റെ രീതിയിലുള്ള കുംഭമേളയുണ്ട് അവിടെ. അപ്പോൾ അവിടെ പോയി ഞാൻ ആരതി ഒഴിഞ്ഞു. അവിടെ ആ ആരതിയിൽ അവിടെ പങ്കെടുക്കുകയൊക്കെ ചെയ്തു.
ഒക്കെ ഭയങ്കര അനുഭവമാണ്. അതിനുശേഷം ഒരുപാട് നല്ല നല്ല വേദികൾ, ഉദിത് ചൈതന്യജിയുടെ വേദികളിൽ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ ഗ്രൂപ്പായിട്ടും ഞാൻ ഒറ്റയ്ക്കും ഒക്കെ പോയി ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചു. ഒരുപാട് ഗുരുവായൂരൊക്കെ നല്ല വേദികളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ സാധിച്ചു. അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആധ്യാത്മികമായ വഴി, ഇപ്പം പാട്ടുകാരി എന്നുള്ള നിലയിലല്ല, ആധ്യാത്മികമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അതിന് വേറൊരു റെപ്യൂട്ടേഷനാണ്. ഇതിൽ ഏത് രീതിയിൽ അറിയപ്പെടാനാണ് ചേച്ചിക്ക് കൂടുതൽ? തീർച്ചയായിട്ടും ആധ്യാത്മികമായ വഴിയിലൂടെ അറിയപ്പെടാൻ എനിക്കിഷ്ടം. പിന്നെ ഞാൻ എൻ്റെ പാട്ടെന്ന് പറയുന്നത് ഒരു ബോണസായിട്ട് ഹൈലൈറ്റ് ചെയ്യും. ഞാൻ പാടുകയും കൂടെ ചെയ്യുന്നതുകൊണ്ട് അത് കുറച്ചും കൂടി അവർക്ക് ഇഷ്ടമാണ്. എല്ലാ സ്റ്റേജിലും ഞാൻ പാടാറുമുണ്ട്. ആറ്റുകാലമ്മയുടെ വലിയൊരു ഭക്തിയാണ്. ആറ്റുകാലമ്മയിലും അവിടെയും പോവാറുണ്ട്, പൊങ്കാല ഇടാൻ പോവാറുണ്ട്. ഭഗവതി എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ. നമ്മുടെ കേരളത്തിൽ നല്ല എല്ലായിടത്തും അമ്മ എന്നൊരു സങ്കല്പം ഒരാളേ ഉള്ളൂ. അപ്പോൾ എല്ലായിടത്തും എൻ്റെ അമ്മ തന്നെയല്ലേ ഉള്ളത്. തീർച്ചയായിട്ടും. നമുക്കറിയാം സ്ത്രീകൾ എപ്പോഴും ശക്തി സ്വരൂപിണികളാണെന്ന് പറയും, ശക്തിയുടെ പ്രതീകമായിട്ടാണ് കാണാറുള്ളത്. ഇപ്പോൾ എന്തിനെ കുറിച്ച് പറയുമ്പോഴും ഊർജ്ജമില്ലാതെ നടക്കില്ല, ശക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ശക്തിയെ ഉപാസിക്കുക എന്ന് പറയുന്നത് എന്നാൽ ഒരിക്കലും എളുപ്പമല്ലാത്തൊരു കാര്യം കൂടിയാണ്. എങ്ങനെയാണ് ജീവിതത്തിൽ ആ ഒരു ഘട്ടം ഉണ്ടായിരുന്നത്? ടോട്ടലി നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൊരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു എയിം എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് കുട്ടികളെ എന്തെങ്കിലും ഒരു നല്ല നിലയിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ വാസ്തവത്തിൽ നമ്മൾ അവരെ വളരെ ചെറിയ പ്രായത്തിലെ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് 4 മുതൽ 6 വയസ്സ് വരെയൊക്കെ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയമാണെന്ന് പറയും. ആ സമയം മുതലേ അവർക്ക് ഈശ്വര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വീട്ടിൽ തന്നെ നമ്മൾ ഒരു വഴി കാണിച്ചു കൊടുക്കുകയും നമ്മൾ തന്നെ ഒരു ഭക്തയായിട്ടിരിക്കുകയും നമ്മൾ തന്നെ ഈ വീടിന് വിളക്കായിട്ടിരിക്കുകയും ശ്രീ മാതാ മഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി എന്ന് ലളിതാ സഹസ്രനാമം പറയുന്ന പോലെ വീട്ടിൽ നമ്മളൊരു മോഡലാണെങ്കിൽ നമ്മുടെ മക്കളൊന്നും വഴിതെറ്റി പോകത്തില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ അമ്മമാരിൽ നിന്നല്ലാതെ ഒരു കുട്ടിയും ജനിക്കുന്നുമില്ല, ഒരു കുട്ടിയും നന്നായി ജീവിക്കുന്നുമില്ല. ഒരമ്മയാണ് ഇതിനെല്ലാം. അച്ഛൻ ഇതിനകത്ത് ഒരു റോളും ഇല്ല. ഞാൻ പറയുന്നു, ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ട് അവരെ വളർത്തിക്കൊണ്ട് വരേണ്ടത് ഒരു അമ്മയാണ്. അമ്മ കഴിഞ്ഞാൽ അധ്യാപകർ. ഒരമ്മയിൽ നിന്നല്ലാതെ ഒരു കുട്ടി ഒന്നും കണ്ടുപിടിക്കുന്നില്ല. ഉണ്ടോ? അവരുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലും അറിയുന്നത് കുഞ്ഞാ, അല്ലേ? അമ്മമാരുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് വരെ അറിഞ്ഞിട്ടാണ് ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് വരുന്നത്. അപ്പം അവരുടെ ചിന്തകൾ, ഒരു ടെലിപ്പതി ഉണ്ട് കുട്ടിക്ക്. തീർച്ചയായിട്ടും. അപ്പം ആ ചിന്തകൾ പോലും അമ്മയുടെ എന്ത് ചിന്തയാണോ അത് തന്നെയായിരിക്കും കുട്ടിക്കും വരാൻ പോകുന്നതെന്ന് ഞാൻ പറയുന്നു. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഇരിക്കേണ്ട ഇടത്തിരുന്ന് കഴിഞ്ഞാൽ മക്കൾ അതേ നല്ല നിലയിൽ വന്ന് നമ്മളെയും ബഹുമാനിക്കും. ഒരമ്മമാരെ പോലും കൊണ്ടുവന്ന് ഒരിടത്തും കളയാൻ ഒരു മക്കൾക്കും സാധിക്കില്ല. കാരണം അമ്മയായിട്ടിരുന്നാൽ അതാണ് നമ്മുടെ മതം നമ്മളെ പഠിപ്പിക്കുന്ന. ഈ ലളിതാ സഹസ്രനാമത്തിലൂടെ ശരിക്കും 40 മിനിറ്റ് ചുമ്മാ നമ്മൾ ചൊല്ലിപ്പോവുകയല്ല ചെയ്യുന്നത്. നമ്മൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യണം ഈ ഓരോ നാമങ്ങളും എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ വർണ്ണിക്കുന്നതോടൊപ്പം ഈ പ്രപഞ്ചം തന്നെയാണ് നമ്മൾ. ഈ പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ടം തന്നെയാണ് പിണ്ടാണ്ടമായ നമ്മളെല്ലാം. അപ്പോൾ ഈ പ്രപഞ്ചത്തെ നാം വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പം ഓർത്തോണം, ഈ പറയുന്ന വാക്കുകളെല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ മാറിക്കൊള്ളണം. സെൽഫ് അനലൈസേഷൻ, അതാണ്. ഒരു വ്യക്തി മാറിയ ഒരു സമൂഹം മാറിയില്ലേ? തീർച്ചയായിട്ടും. ഒരു വ്യക്തിയിൽ നിന്നാണ് മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിലേക്ക് വളർത്തി വിടുന്നൊരു സമൂഹത്തിൽ, ആ സമൂഹത്തിന് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ, ഇവിടെ നമ്മുടെ അമ്മമാർ ശരിയില്ലാത്തതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ മോശമായ വഴിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അമ്മമാർ ശരിക്കും നമ്മുടെ മക്കളെ പിടിക്കാനായിട്ട് നല്ലപോലെ ഈശ്വരവിശ്വാസികളായിട്ട് മാറണം എന്നാണ് എനിക്കുള്ള അഭിപ്രായം. അതാ, അമ്മമാർ ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയാൽ ഈ സമൂഹം എപ്പോഴേ മാറും. ചേച്ചിക്ക് ലളിതാ സഹസ്രനാമത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അതേതായിരിക്കും? ലളിതാ സഹസ്രനാമം നമ്മൾ ധ്യാന ശ്ലോകം 4 ഉണ്ട്. ഈ ധ്യാന ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത എന്നും പറയും നമ്മളിങ്ങനെ തുടങ്ങിപ്പോയാൽ ലാസ്റ്റ് കൊണ്ട് ശ്രീ ശിവശക്തി ഐക്യരൂപിണി ലളിതാംബിക എന്ന് കൊണ്ട് നിർത്തുന്നത് വരെ ഒരേ റിഥമിക്കായിട്ട് എന്താ പറയുന്ന ആ ഒരു ഓറയിൽ ഇങ്ങനെ അത് ചൊല്ലി തീരുമ്പോഴാണ് ഞാൻ അത് കണ്ണ് തുറക്കുന്നത്. ഞാൻ അറിയുന്നില്ല. ഞാൻ ഇടയ്ക്ക് കണ്ണ് തെളിക്കാറില്ല. കണ്ണടച്ചിരുന്ന് അങ്ങ് ചൊല്ലുക ചെയ്യുന്നത്. നമ്മൾ കണ്ണ് തുറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകൾ അവിടെ ഇവിടെയൊക്കെ പോകും. നോട്ടം വേറെ വല്ലതും ആവും. ഇത് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടല്ലേ, നമ്മളൊരു പോയിന്റിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചിട്ട് ഇങ്ങനെ
ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഏത് ഭാഗമാണ് നമുക്കത് ഇഷ്ടമായി വരുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഇഷ്ടം നമുക്കില്ല. അത് തുടക്കം തൊട്ട് ഒടുക്കം വരെയും അങ്ങനെയാണ് ഇഷ്ടത്തോടെ ചൊല്ലുന്നതാണ്. ഇപ്പൊ ഞങ്ങള് കൈലാസത്തിൽ പോയ സമയത്ത് അവിടെ ഒരു ദേവി ഉപാസകൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു കൈലാസത്തിൽ ഇരുന്നിട്ട് അദ്ദേഹത്തിന് ലളിതാ സഹസ്രനാമം മുഴുവൻ പാരായണം ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഒരു ശക്തി അദ്ദേഹത്തെ തടഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആണോ? അപ്പൊ അങ്ങനെ ചിലയിടങ്ങളിൽ നമുക്കത് സാധിക്കില്ല എന്നുള്ളതുണ്ടോ? അദ്ദേഹം അത് പറയുന്നതേ ചിലപ്പോ ഈ കൈലാസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ. അതെ, തണുപ്പിൽ ഇതിരുന്ന് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം നമുക്കൊരു പക്ഷെ ആ തണുപ്പ് കൊണ്ട് ബുദ്ധത്തെ ചെല്ലാൻ പറ്റാതായിരിക്കുമോ, ഇനി അങ്ങനെ ശാരീരികാവസ്ഥ എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. അല്ല, പൊതുവെ കൈലാസത്തിൽ നമുക്കത് മുഴുവൻ പാരായണം ചെയ്യാൻ പറ്റില്ല എന്നത്രേ. ആണോ? എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ ലളിതാ സഹസ്രനാമം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ചൊല്ലാൻ പറ്റാത്ത ഒന്നുമല്ല, ആർക്കും ചൊല്ലാവുന്നതാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കി ചൊല്ലുന്ന എത്രയോ പേരുണ്ട്. വിദ്യാഭ്യാസം ഇല്ലാത്തവർ കാണാപ്പാടം സംസ്കൃതത്തിലാണെന്ന് നമുക്കറിയാം. കാണാപ്പാടം പഠിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ? പക്ഷെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ നിത്യാഭ്യാസി ആനയെ എടുക്കുന്നല്ലേ പറയുന്നത്. നിരന്തരം ചൊല്ലുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് കാണാതെ വരും. ഇപ്പൊ രുദ്രമൊക്കെ ഞാൻ ചൊല്ലുന്നത് ആദ്യത്തെ അനുഭവമൊക്കെ നമ്മൾ ചൊല്ലി വരുമ്പം നമ്മൾ കാണാതെ അങ്ങ് ചൊല്ലിപ്പോവും. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ നിരന്തരം എന്താണോ ചെയ്യുകയും ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അത് നമുക്ക് അനായാസം വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അതാണ്. ഇപ്പൊ ലൈഫിലേക്ക് ഇത്രയും ആധ്യാത്മികമായ കാര്യങ്ങളിൽ കടന്നു വരുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ സെൽഫ് റിയലൈസേഷൻ എന്താണ്? അതൊരു വലിയ ക്വസ്റ്റ്യൻ ആണ്. സെൽഫായിട്ട് റിയലൈസ് ചെയ്യുന്നത് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിഷമം. പിന്നെ ഒരുപാട് മുമ്പേ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാമായിരുന്നു, അറിയാമായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു ഏറ്റവും വലിയൊരു ഗുണമെന്ന് വെച്ചാൽ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. ഭഗവാൻ നമ്മളെ ഒരു വഴിക്കെത്തിക്കും, നമ്മളെ കൈവിടില്ല, നമുക്കൊരു നമുക്കെത്താൻ പറ്റും, നമുക്കെല്ലാം അനായാസം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാകും. അത് ഭഗവാനാണോ ഇനി നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന നമ്മുടെ ശക്തിയാണോ നമ്മളെ തോന്നിപ്പിക്കുന്നത്? അതിന് ഏതൊരു വ്യക്തിക്കും തോന്നും. അത് നമുക്ക് വേറെ ഒന്നിനോടും നമുക്ക് പിന്നെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനൊന്നുമുള്ള സമയം കിട്ടത്തില്ല. അത് എല്ലാ മനുഷ്യരും ഇത് ആവട്ടെ, എല്ലാവരും ഇത് പഠിക്കട്ടെ, മനസ്സിനൊരു ധൈര്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും. പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നത് എന്തിനാണ്? മറ്റുള്ളവരോട് നമുക്ക് സ്നേഹം വരും. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേ നമ്മുടെ ഭർത്താവിനോട്, മക്കളോട്, ബന്ധുമിത്രാദികളോട്, അയൽപക്കക്കാരോട് നമുക്ക് സ്നേഹബന്ധങ്ങളില്ലാത്തതല്ലേ ഇന്ന് ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുകളെ പോലും നമുക്ക് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വേണം, അല്ലേ? മനുഷ്യർ വേണം. തീർച്ചയായിട്ടും. ഭർത്താവിനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ പറഞ്ഞിരിക്കും. തീർച്ചയായിട്ടും. അങ്ങനെ ഷെയർ ചെയ്യാൻ ഒരാളുള്ളത്. അതുകൊണ്ടായിരിക്കും ഇന്നത്തെ കാലത്ത് ആത്മഹത്യകളൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. തീർച്ചയായിട്ടും അതാണ്. നമ്മുടെ പ്രയാസങ്ങൾ നമ്മുടെ അമ്മയോട് പോലും അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോട് പോലും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മുടെ മക്കൾ ഇന്ന് ജീവിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? ഈ ഓരോരുത്തർക്കും ഈ വീടിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞിട്ട് പുറത്തെ കാര്യങ്ങൾക്കാണ് ഇന്ന് ഏറ്റവും വലിയ അറ്റാച്ച്മെൻറ്റ്. നമ്മുടെ ഒരു വീടെന്ന് പറയുന്നതാണ് നമ്മുടെ ക്ഷേത്രം. അത് ആദ്യം മനസ്സിലാക്കണം. കുടുംബം നമുക്ക് ശ്രീകോവിൽ, അവിടുത്തെ ദേവതയാണ് അവിടുത്തെ അമ്മയെന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്നിടത്തോളം നമ്മുടെ മക്കൾ ആ ഒരു കൾച്ചറിലേക്ക് ഇനി എന്തെല്ലാം ജീവിതത്തിൽ ഉയർച്ചയും ഡെവലപ്മെൻറ്റും ഉണ്ടായാലും നമ്മുടെ മൂല്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും മാറ്റരുത്. അതിനേ വിലയുള്ളൂ. ഭക്ഷണമാണെങ്കിലും നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ കഴിച്ച ഫുഡിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ദരിദ്രരായിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ ഈ പുതിയ പുതിയ ഭക്ഷണങ്ങളും ഒക്കെ നമ്മളെ രോഗികളാക്കുകയല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് അതിനോടൊക്കെ എതിർപ്പാണുള്ളത്. പക്ഷേ ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പോൾ ഒരു കാലഘട്ടം എടുക്കുമ്പോൾ വളരെ സജീവമായി ഗാനമേളകളിലൊക്കെ നിന്ന് അത്രയും വൈബ്രൻ്റായി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ആധ്യാത്മികമായിട്ടുള്ള ഒരു മേഖലയിലേക്ക് മാറുക, അത് എളുപ്പമായിരുന്നു ആ ഒരു മാറ്റം? അല്ലെങ്കിൽ അതിന് ഉൾക്കൊള്ളാൻ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സെൽഫായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു, ദുഃഖങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഷെയർ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഞാൻ ഈശ്വരൻ എന്നൊരു
ഇതിലേക്കാണ് ഞാൻ കൊണ്ട് ഇറക്കി വെച്ചത്. ഒരു മരുഭൂമിയിലാകപ്പെട്ട ഒരാളിനെ പോലെ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇല്ല, ഞാൻ ഇവിടെ നിൽക്കേണ്ട ആളല്ല, എനിക്ക് ഇനിയും എന്തൊക്കെയൊക്കെ ചെയ്യാനുണ്ടെന്ന് ഉള്ളൊരു തോന്നൽ തന്നത് എൻ്റെ ഈശ്വരവിശ്വാസമാണ്. തീർച്ചയായിട്ടും നമ്മളെ ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു പതനം ഉണ്ടായിരിക്കും. എന്നെങ്കിൽ മാത്രമേ അവരെന്താണെന്ന് അവരെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് വേണം പിന്നെ നമ്മൾ ഉയർത്തണം. പതിച്ചെടുത്ത് കിടക്കുകയല്ല വേണ്ടത്. പിന്നെ അവിടെ നിന്ന് വേണ്ടുന്ന ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട്, നമ്മുടെ ഈശ്വരന്മാരെല്ലാം അങ്ങനെ അധർമ്മത്തിനെതിരെ ആയുധം എടുത്ത് പോരാടി വരും. അപ്പോൾ അതുപോലെ നമ്മളും ജീവിതത്തിൽ അങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ പോരാടാൻ തയ്യാറായാൽ വീണ്ടും നമുക്ക് വേണ്ടുന്ന എല്ലാം ഭഗവാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാരും നമുക്ക് തരുമൊന്നും വേണ്ട, ഇത് നമുക്ക് സ്വയം ഉണ്ടാക്കിയെടുക്കാം. മറക്കാനാകാത്തൊരു അനുഭവം ഉണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ? ഉണ്ടാവും, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അതിൽ എന്നാലും പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന, ഈ ആധ്യാത്മിക ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന ഗാനമേള കാലഘട്ടത്തിലാണെങ്കിലും ചേച്ചിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ്? എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ അല്ലെങ്കിൽ ഈ അമേരിക്കയിലൊക്കെ പോയി കണ്ടതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നത്. ഞാൻ എൻ്റെ ഒരുപാട് ചെറിയ പ്രായത്തിൽ അമേരിക്കയിലൊക്കെ പോയി പാടാം. പിന്നെ ഗൾഫിൽ ഒത്തിരിയും പ്രാവശ്യം പോയതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫ്ലൈറ്റിൽ കയറിയത് ഒക്കെ വലിയ അനുഭവങ്ങളാണ്. ആധ്യാത്മിക ജീവിതത്തിൽ വന്നപ്പം വലിയ വലിയ ആചാര്യന്മാരുടെ കൂടെ സ്റ്റേജ് അലങ്കരിക്കാൻ സാധിച്ചത്, പിന്നെ അമ്മയെ കാണാൻ സാധിച്ചത്, ഒത്തിരി ആധ്യാത്മികമായ വലിയ ലെവലിൽ നിൽക്കുന്ന ആളുകളുടെ കൂടെ വേദി പങ്കിടാൻ സാധിച്ചത്, പിന്നെ ഈ വേദങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചത്, അറിവ് നേടാൻ സാധിച്ചത്, വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ കയറി ചെന്ന് അവിടെ ഇരിക്കുന്ന ചൈതന്യത്തെ തിരിച്ചറിയാൻ സാധിച്ചതൊക്കെ ജീവിതത്തിലെ ഒരു വലിയ വലിയ അനുഭവങ്ങളാണ്. പിന്നെ എൻ്റെ മക്കൾ, അവരുടെ ജീവിതം, എനിക്ക് കിട്ടിയ മരുമക്കൾ, അതൊക്കെ എനിക്കൊരു വലിയ അത്ഭുതം തന്നെയാണ്. എൻ്റെ ജീവിതത്തിലെല്ലാം സാധിച്ചത് ഞാൻ അങ്ങോട്ട് ചോദിക്കാതെ ഭഗവാൻ തന്ന ഒരുപാട് ബ്ലെസ്സിങ്സ് എനിക്കുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വളരെ കുഞ്ഞാമ്പുമുള്ളി ഗാനമേളയിലേക്ക് എത്തിയല്ലോ, ആ സമയത്ത് അച്ഛനും അമ്മയുടെയും ഒരു സപ്പോർട്ട് എത്രത്തോളം ആയിരുന്നു? ഗാനമേളയിലൊന്നും അച്ഛനും അമ്മച്ചയും എൻ്റെ ഫാദറും മദറും അവർ വലിയ സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അവർക്ക് അന്നൊക്കെ അവരുടെ അന്നത്തിന് വഴി തേടി ഞങ്ങൾ 4 മക്കളുണ്ടായിരുന്നു. പിന്നെ എവിടെയെങ്കിലും പ്രോഗ്രാം നടക്കുമ്പോൾ വന്നിരിക്കും, കേൾക്കും, മിണ്ടാതെ പോകും എന്നല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ലേ പാട്ടിനെ കുറിച്ചൊക്കെ ഞാൻ പാടുന്നത് കൊണ്ട് അവർക്ക് വലിയ അഭിമാനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആലിസിൻ്റെ അമ്മയാണ്, അല്ലെ ആലിസിൻ്റെ അച്ഛനാണെന്നൊക്കെ പറയുന്നതിനകത്ത് അവർ ഒരുപാട് അഭിമാനം കൊണ്ടിരുന്നതായിട്ട് എനിക്കറിയാം. പക്ഷേ ഞാനൊരു നല്ല നിലയിൽ എത്തുന്നതിന് മുമ്പേ അവരുടെയൊക്കെ ജീവിതം ഭഗവാൻ തിരിച്ചു വിളിച്ചു. പക്ഷെ അഭിമാനിച്ചിരുന്നു അവർ. തീർച്ചയായിട്ടും. വിവാഹം ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എടുത്തു? തീർച്ചയായിട്ടും. അതെ, ഞാൻ ഈ ഹിന്ദു മതത്തിലേക്ക് എൻ്റെ ഒരാളെ കൈപിടിച്ച് എന്നെ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മതത്തെ അറിയാൻ പോകുന്നില്ലല്ലോ. പക്ഷെ ഇതൊക്കെ ഒരു നിമിത്തമാണ്. ഭഗവാൻ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: നിനക്കൊരു ഹിന്ദു ആയിട്ടുള്ള ഭർത്താവ് വരണം, നീ എൻ്റെ ഭാഗവതം വായിക്കണം, രാമായണം വായിക്കണം, എൻ്റെ ക്ഷേത്രത്തിൽ വരണം, എൻ്റെ നാമങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ നമ്മുടെ തലയിൽ ഒരു നിയോഗം ഉണ്ടെങ്കിൽ അതങ്ങനെ വന്നു തരുമായിരിക്കും. അപ്പോൾ എല്ലാത്തിനോടും നന്ദി പറഞ്ഞാൽ നമുക്ക് മുമ്പേ ചോദിച്ചില്ല ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടത്. അച്ഛനോടും അമ്മയോടും പിന്നെ ഈ മതത്തിലേക്ക് എന്നെ കൊണ്ടുവന്ന ഭർത്താവിനോടും എല്ലാവരോടും എനിക്ക് നന്ദിയാണ്. നമുക്കത് ഒരിക്കലും പറഞ്ഞാൽ തീരാത്തത്ര കടപ്പാട് നമ്മളെല്ലാവരോടും ഉണ്ട്. ഭഗവാൻ ഏൽപ്പിച്ച വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ഈ ആധ്യാത്മിക ജീവിതത്തെ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു നിയോഗം ഉണ്ട് മോളെ. നമ്മളത് തിരിച്ചറിയാത്തതാണ്. നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. എന്തെല്ലാം കർമ്മങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷെ നമ്മളെല്ലാം വായും വയറും മാത്രം ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കൊരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചാൽ ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ലളിതാ സഹസ്രനാമത്തിൻ്റെ കുറച്ച് വരികൾ കൂടി പാടിക്കൊണ്ട് നമുക്ക് ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാം. ഓക്കെ, വളരെ സന്തോഷം. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏത് ഇൻ്റർവ്യൂ എടുത്താലും ഞാൻ ലളിതാ സഹസ്രനാമം അതിനെക്കുറിച്ച് പറയാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അത് ചൊല്ലാത്തൊരു ഇൻ്റർവ്യൂ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ ധ്യാന ശ്ലോകം ചൊല്ലാം. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ചൊല്ലിയാൽ പിന്നെ കണ്ടിന്യൂസ് ചൊല്ലി പോകണം. അതുകൊണ്ട് ധ്യാന ശ്ലോകം ചൊല്ലാം. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആബീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മഭദ്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസദ്ധേമ പത്മാം വരാംഗീം
സർവാലങ്കാരയുക്താം സതതമഭയദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്ദഹസിദക്ഷണാം ശശരചാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമഭാസുരാം ജപവിതൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിപിരാവൃതാം മയൂഖൈരഹം ഇത്യേവ വിഭാവയേ ഭവാനിം. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഈ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് അറിയുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടല്ലേ ഇത് പഠിക്കാൻ. ഞാനിത് പഠിക്കുമ്പം ഇത്രയും വലിയൊരു സാധനമാണ് ഞാനീ പഠിച്ചോണ്ട് വരുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. സത്യം. ഇതിന്റെ മഹത്വം ഇങ്ങനെ ഓരോ ദിവസം നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. നമുക്ക് ആർക്കും അറിയത്തില്ല ഇതിന്റെ മഹത്വം എന്താണെന്ന്. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്നുള്ളത്. അയ്യോ തീർച്ചയായിട്ടും. ഇത് പഠിച്ചാൽ ഒരിക്കലും തീരാത്തതാണ് നമ്മുടെ ഈ ഓരോ ബുക്കുകളും. വേദമൊക്കെ എന്താ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇതൊക്കെ എന്ന് പഠിച്ചു തീരാൻ എൻ്റെ ഈശ്വര. എത്ര ജന്മങ്ങൾ വേണ്ടി വരും. എത്ര ജന്മം വേണ്ടി വരും. ഇപ്പൊ സൗന്ദര്യ ലഹരി വായിച്ച സമയത്ത് അത് എങ്ങനെയാണ് അതിനെ ഉൾക്കൊണ്ടത്? അല്ലെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട് അതിന്റെ ഒരു സൗന്ദര്യം എന്നുള്ളത് തോന്നിയിട്ടില്ലേ? സൗന്ദര്യലഹരി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ഇല്ലാബറേറ്റ് ആയിട്ടുള്ള ഒരു വേർഷനാണ് സൗന്ദര്യലഹരി. ഓരോ പദ്യത്തിലും, അതായത് 4 വരി ആ ശ്ലോകത്തിലെല്ലാം ഈ പ്രകൃതി അല്ലെങ്കിൽ പരമേശ്വരി, നമ്മുടെ ഈശ്വരതത്വം അതിനകത്ത് ഇത്ര മനോഹരമായിട്ട് അംഗപ്രത്യംഗം ഒരു ഒളിവും മറവും ഇല്ലാതെ വിവരിച്ചിരിക്കുന്നതാണ് സൗന്ദര്യലഹരി. അത് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് ശ്രീചക്രമായിട്ടാണ്. അതിനകത്ത് താന്ത്രിക വിദ്യയിൽ ശ്രീചക്രം ഇതിൻ്റെ ഒരു കോമ്പാക്റ്റ് രൂപം, പ്രകൃതിയെ മൊത്തത്തിൽ ഇങ്ങനെ കോമ്പാക്റ്റ് ആക്കി വെച്ചിരിക്കുന്നതാണ് ശ്രീചക്രം. ആ ശ്രീചക്രത്തിൽ എങ്ങനെയാണ് ഈ ഈശ്വരതത്വം അടങ്ങിയിരിക്കുന്നതെന്നാണ് ഈ സൗന്ദര്യലഹരി പഠിക്കുന്നത്. സൗന്ദര്യലഹരി പഠിക്കണം എല്ലാവരും. ഞാൻ പറയുന്നത് അവരും ഈ ലളിതാ സഹസ്രനാമം വായിക്കുന്നവരെല്ലാം സൗന്ദര്യലഹരി കൂടെ പഠിച്ചു പോകണം. എന്നെങ്കിലേ അതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് എത്താം. അയ്യോ ഭയങ്കരമാണ് അതൊക്കെ. തീർച്ചയായിട്ടും. എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് വേദികളിൽ ആധ്യാത്മിക പ്രഭാഷണങ്ങളുമായി എനിക്ക് തോന്നുന്നു ഒരുപാട് പേരിലേക്ക് ഈ അറിവെല്ലാം എത്തിക്കാൻ സാധിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.